പാലക്കാട് നിന്നാണ്. അജിൽ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് കഞ്ചിക്കോട്. കഞ്ചിക്കോട്. കഞ്ചിക്കോട് സമീപത്തല്ലേ ഈ പ്രശ്നമൊക്കെ നടന്ന അജിലെ? അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് RSSകാരാണെന്നൊക്കെയുള്ള ഇത് ഇങ്ങനെ പറയുന്നത് രാഷ്ട്രീയ ഇതൊന്നും അല്ല, കുറേ ആളുകൾ ഒരാളെ അടിച്ചു കൊല്ലുകയാണെന്നൊക്കെ പറയുന്നത്. അജിലിന് എന്താണ് അവിടെ നിന്ന് മനസ്സിലായത്? നമ്മൾ അറിയുന്ന വിവരം വെച്ചിട്ട് അത് RSSകാരന്നെയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. അതെയോ? അതുപോലെ പുതുശ്ശേരിയിൽ ഇന്നലെ മറ്റേ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിലും RSSകാരനെയാണ്. അത് അപ്പോൾ ഈ CPMന്റെ എന്തോ ഒരു ഡ്രം കൊണ്ടുവന്ന അത് രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള തർക്കമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല അല്ലേ? അല്ല, ഡ്രമ്മിൽ അത് ഓൾറെഡി എല്ലാ വർഷവും അവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഓ, അപ്പോ അവരെ എല്ലാ വർഷവും വന്ന് എടുക്കുന്ന പോലെ അവർ വന്ന് എടുത്തു. പക്ഷെ ഇപ്രാവശ്യം അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കരോൾ സംഘത്തിന് നേരെ, അതും 14-15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അതിന് പോയത്, അതിന്റെ കൂടെ നടക്കുന്നത്. അവരെയാണ് ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഈ സാധാരണക്കാരായ ആളുകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇത് കണ്ടിട്ട് എന്താണ് പറയുന്നത്? അവര് ശക്തമായ നടപടിയൊക്കെ അവരാരും അവരുടെ കൂടെ ഇല്ലല്ലോ. ഇപ്പൊ പുതുശ്ശേരി പഞ്ചായത്തില് 24 സീറ്റിൽ 1 സീറ്റ് BJP ഉള്ളൂ. ബാക്കി 23 സീറ്റും അതില് 16-17 സീറ്റും LDFും ബാക്കി UDFും ആണ്. അവരാരും, ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് ഗുണമുള്ള കാര്യമൊന്നും അവര് ഇതുവരെ ചെയ്തതായിട്ട് നമ്മുടെ നാട്ടില് ആർക്കും അറിയില്ല. അവർക്ക് തല്ലിക്കൊല്ലാനും ആ നാട്ടിൽ പോയിട്ട് പോലും ഞങ്ങളൊരു ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിലെ 90% പേരും അവരുടെ നാട്ടുകാരെ രക്ഷിക്കാനുള്ള സംസാരം പറയുള്ളൂ. അവരിങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, കള്ളനാണെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തല്ലിക്കൊന്നു. ഞങ്ങളത് കള്ളനാണെന്ന് നമ്മുടെ നാട്ടിൽ ആർക്കും അധികാരമില്ല. ആ പോലീസിനെ വിളിക്കാം, അയാളെ ഇന്ന സംശയമുണ്ട് എന്ന് പറയാം, പോലീസ് അതെ അതെ അല്ലേ? അതെ 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 അതെ. നിയമത്തിന് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്, നമ്മളൊരു സ്റ്റേറ്റിന്റെ പൗരന്മാരാണ്. അപ്പോൾ ആ സ്റ്റേറ്റിലെ നിയമത്തിനനുസരിച്ച് ജീവിക്കുക. അജിൽ എന്ത് ചെയ്യുന്നു അവിടെ? ശരി, ഞാനിവിടെ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിലോ? അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് അവധിയാണോ? ഓഫീസില്ലേ? ഇന്ന് ലീവാണ്. താങ്ക് യു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ അവധി ദിവസം പൊതുവേദിക്കൊപ്പം ചേർന്നതിൽ സന്തോഷം. അപ്പോൾ അജിൽ അവിടുന്ന് ഇപ്പോൾ ഉള്ള ഒരു ചിത്രം ആ നാട്ടുകാരനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പങ്കുവച്ചത്. ഓക്കെ, ഏതായാലും വളരെ നന്ദി അജിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വിജയൻ എന്നോടൊപ്പം ചേരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ്. ശ്രീ വിജയൻ, കേൾക്കാമോ? ഓക്കെ, ഞാൻ ശ്രീ വിജയനിലേക്ക് മടങ്ങി വരാം. ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ബിനോയ്. നമസ്കാരം മനു. നമസ്കാരം. അപ്പോൾ ഈ പല ആളുകളും ഞാൻ സംസാരിച്ചു, ചിലർ പറയുന്നത് ഈ RSS BJP പ്രവർത്തകർ ക്രിസ്മസ് ഒക്കെ തടയാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എല്ലായിടത്തും ഇത് വളരെ സന്തോഷത്തോടുകൂടി ആളുകളെല്ലാം കൂട്ടായി പങ്കെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ബിനോയ്, ഈ കൊല്ലത്ത് എന്താണ് ഒരു സാഹചര്യം? അവിടെ ഇത് വിയോജിപ്പുണ്ടോ ആളുകൾക്കിതിൽ? കൊല്ലത്തല്ല, വിട്ടുവിട്ടേ കേൾക്കുന്ന ഇടുക്കിയില്ല. എങ്കിലും കാര്യം മനു പറഞ്ഞത് മനസ്സിലാക്കി. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മളെ നാട് വൈരുദ്ധ്യങ്ങളുടെ നാടാണ്. ഒരുപാട് ജാതിയും മതവും ഉപജാതികളും ഒക്കെ ഉള്ള നാടാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ അങ്ങേത്തലയിൽ CPMഉം DYFI ഒക്കെ ആയിരുന്നു. പക്ഷെ അത് മാറി ഇന്ന് ഏതൊരു വിഷയം ഉണ്ടായാലും അതിന്റെ അങ്ങേത്തലയിൽ ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറും BJPയും RSSും ഒക്കെയാണ്. അതായത് അതിന്റെ അർത്ഥം അവരുടെ നേതാക്കന്മാർ, അവരുടെ ആളുകൾ അവരെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ ഒരു നടപടിയുമില്ല. ആരെ എന്ത് ചെയ്താലും പാർട്ടി ഒരു നടപടി എടുക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇന്നതാ നിങ്ങളെ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വിഷയത്തിലും BJPക്കാരും RSSകാരും സംഘപരിവാറുമാണ്. അവര് ഇത് മൊത്തം ഏറ്റെടുത്തു. ഇപ്പൊ കേരളത്തിൽ അവരൊരു 5%-6% വിജയമുള്ളൂ, എന്നിട്ട് അവര് മൊത്തം ഭരിക്കുന്നതാണ്. അങ്ങനെ മൊത്തം ഭരണം ഉണ്ടെങ്കിൽ തന്നെയും ഇത് കാണിക്കുന്നത് വളരെ മോശമായ പരിപാടിയാണ്. കാരണം നമുക്കൊന്നും അങ്ങനെ ക്രിസ്മസ് എന്നോ ഓണമെന്നോ പെരുന്നാളെന്നോ അങ്ങനെ ഒന്നുമില്ല, വിഷുവെന്നോ അങ്ങനൊന്നുമില്ല. നമ്മളെല്ലാം ആഘോഷിക്കുന്നവരാ കേരളീയര്. അപ്പൊ അതിന്റെ ഇടയിൽ ക്രിസ്മസിന് ഞാനും ഒക്കെ ഞങ്ങളുടെ ഈ കോളേജിൽ പഠിക്കുമ്പോഴും കഴിഞ്ഞ വർഷവും ഞങ്ങളെല്ലാം കരോളിന് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷെ BJPക്കാരായ ആളുകൾ സംഘപരിവാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടില് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. അത് ഒരു തെറ്റായ ഒരു ചിന്തയാണ് ഇന്ത്യയെ കുറിച്ചും നമ്മളെ കേരളത്തെ കുറിച്ചും ലോകത്ത് മൊത്തം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സംഘപരിവാറുകാരുണ്ടെങ്കിൽ, BJPക്കാരുണ്ടെങ്കിൽ
നിങ്ങൾ കാണിക്കുന്ന ഈ അതിക്രമത്തിന് നമ്മളെ ഇന്ത്യക്ക് പുറത്തുള്ള നമ്മളെ ഇന്ത്യക്കാര് വളരെ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് സംഘപരിവാർ അല്ലെങ്കിൽ RSS BJP ഇതുപോലെയുള്ള പ്രവണതകൾ കാണിക്കരുത്. തന്റെ ഇടവും കരുത്തും ഉണ്ടെങ്കിൽ നേരിട്ട് വരണം. നേരിട്ട് ഏത് വിഷയത്തെയും കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്തുകൊണ്ടല്ല, നേരിട്ട് മുഖാമുഖം വന്ന് എതിർക്കണം. അല്ലാതെ കൊച്ചു കുട്ടികൾ കരോള് പോകുമ്പം അവരുടെ നാസിക് ഡോള് പിടിച്ചു മേടിക്കുകയും അവരെ അടിക്കുകയും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, അല്ലെങ്കിൽ മുസ്ലിം ആണോ, തീവ്ര ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്ന സംഘപരിവാറിന് വോട്ട് ചെയ്തവരോടും സംഘപരിവാറായിട്ട് നിൽക്കുന്നവരോടും പറയുവാനുള്ളത്, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും യഹൂദിയും എല്ലാം ഒന്നിച്ചൊറ്റക്കെട്ടായി പോവുകയാണ്. അതിന് സ്പർദ്ധ ഉണ്ടാക്കുന്നവന്മാരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല. അവന്മാർക്കെതിരെ നോൺ വെയിലബിൾ ഒഫൻസ് എടുത്ത് അകത്തിരുത്തണക്കുള്ള ഈ മതങ്ങളുടെ ഇതണക്ക് ആഘോഷങ്ങൾ വരുമ്പോ അതിനെ കൊള്ളിവെക്കുന്നവരാ നോൺ വെയിലബിൾ ഒഫൻസ് തന്നെ എടുക്കണം. അതിനകത്ത് നോ കോംപ്രമൈസ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പൊ എന്നോടൊപ്പം എനിക്കൊരു ചെറിയ ഇടവേളയും വേണം. അതിനു മുമ്പ് നമ്മുടെ വിജയൻ കളമശ്ശേരിയിൽ നിന്ന് ടെലിഫോൺ ഇടക്കൊന്ന് ആദ്യം ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ശ്രീ വിജയൻ കേൾക്കാമോ? നേരത്തെ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശ്രീ വിജയൻ എന്ത് തോന്നുന്നു, അവിടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ ഉള്ള എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടോ? ഇല്ല, ഇവിടെ എല്ലാവരും വീടുകളിലെ ലൈറ്റും മറ്റേ നക്ഷത്രവും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അത് ശരി. അപ്പോൾ ഈ RSSും BJP ഒക്കെ ഇതിനെതിരെ വ്യാപകമായി ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് വ്യാജമാണോ സത്യമാണോ? വാജമാണോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആൾക്കാരെ വെറുതെ തമ്മിൽ തെളിയിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പണിയല്ലേ സാറേ. അതെ, ആരാണ് ശ്രീ വിജയന് തോന്നുന്നത്? അല്ല, ഇവിടെ ഇപ്പൊ BJPയോ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഇവിടുത്തെ ക്രിസ്മസും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഇറച്ചിയൊക്കെ മേടിച്ച് വല്ല രണ്ടെണ്ണം അടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ശരി. ക്രിസ്മസിന് വലിയ ആഘോഷ പരിപാടികളൊക്കെ ശ്രീ വിജയൻ കരുതുന്നുണ്ടോ ഇത്തവണ? കരുതുന്നുണ്ട്. ഇപ്പൊ പിള്ളേർക്കൊക്കെ കേക്കും സാധനങ്ങളൊക്കെ മിഞ്ഞാന്ന് മുതൽ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുക. ശരി. ഇഷ്ടംപോലെ കേക്കൊക്കെ കിട്ടുന്നുണ്ടല്ലേ? കേക്ക് കൊടുത്ത് ഒരാള് കമ്പനിന്ന് കിട്ടി. ശരി. അങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുക.